നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് എറണാകുളം മഞ്ഞുമൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റിലെ മെഡിക്കൽ സൂപ്രണ്ടും ചൈൽഡ് ആൻഡ് അഡോൾസൻറ്റ് കൺസൾട്ടേറ്റീവുമായ ഡോക്ടർ MN വെങ്കിടേശ്വരനെയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, കുട്ടികളുടെ ആരോഗ്യത്തിന് ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നറിയാം. അപ്പോൾ ആ സംരക്ഷണം, ഉറക്കത്തിൻ്റെ പ്രാധാന്യം അത് എത്രത്തോളമാണ് വരുന്നത്? ശരീരവും മനസ്സും വിശ്രമവേളകളിലേക്ക് പോകുമ്പോഴും പരിസ്ഥിതി പരിപൂർണമായിട്ട് മറക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉറക്കം അല്ലെങ്കിൽ സ്ലീപ്പ്. ഈ ഉറക്കത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉറങ്ങുന്ന സമയത്താണ്. തലച്ചോറിൽ സ്ഥിതി ചെയ്യുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ശരിയായ രീതിയിൽ ഉറക്കം ഉണ്ടാകുന്നത്. ഉറക്കം ഉണ്ടാകുന്നത് ഒരു പ്രത്യേക സൈക്കിൾ അല്ലെങ്കിൽ സർക്കാഡിയൻ റിഥം എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. ആ ക്ലോക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ഉറക്കം ഉണ്ടാകുന്നു. ഈ മെലറ്റോണിൻ്റെ പ്രവർത്തനം എപ്പോഴും പ്രകൃതിക്ക് അനുസൃതമായിട്ടായിരിക്കും. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന ചില സൂചനകൾക്ക് ആസ്പദമായിട്ടാണ് മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കാരണം നമ്മളുടെ ദിവസം സന്ധ്യാസമയം ആകുമ്പോൾ അല്ലെങ്കിൽ ഇരുട്ടി തുടങ്ങുമ്പോഴാണ് മെലറ്റോണിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അത് അർദ്ധരാത്രിയോടുകൂടി മെലറ്റോണിൻ്റെ പ്രവർത്തനം പൂർണ്ണമാകുന്നു. ആ സമയത്താണ് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നത്. ഉറക്കം തന്നെ നമുക്ക് രണ്ട് ഘടകങ്ങളായി തിരിക്കാൻ സാധിക്കും. REM അല്ലെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ നോൺ REM, അതായത് നോൺ REM നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ്. ഇതൊക്കെ ഇങ്ങനെ രണ്ട് പ്രധാന സ്റ്റേജുകളിലായിട്ടാണ് ഉറക്കമുണ്ടാകുന്നത്. ഈ സ്റ്റേജുകളുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ സമയത്താണ്. നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള റെസ്റ്റ് കൊടുക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പം നമ്മൾ കാലത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്കിൽ എങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മൾ ഈ ഹൃദയം അല്ല തലച്ചോറ് എന്ന് പറയുന്ന ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നത് എപ്പോഴും ഉറങ്ങുന്ന സമയത്താണ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ കൃത്യമായിട്ട് ഉറങ്ങേണ്ട ഒരു സമയം അത് എങ്ങനെയാണ് വരുന്നത്? ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കൃത്യമായി ഉറങ്ങണം, ആ ഒരു സമയക്രമം അതെങ്ങനെയാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉറക്കം നമ്മുടെ ആരോഗ്യത്തിൻ്റെ പരമപ്രധാനമായ ഒരു ഘടകമാണ്. നമ്മുടെ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങളും ഒരു നിശ്ചിത സമയം ഉറങ്ങുന്നത് നമ്മൾ കാണാൻ സാധിക്കും നമുക്ക്. അത് എല്ലാ ജീവജാലങ്ങളുടെയും ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളതാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ വയസ്സിന് അനുസൃതമായിട്ട് നമ്മുടെ ഉറക്കം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നവജാത ശിശുക്കൾ ഏകദേശം 19 മണിക്കൂറാണ് ഉറങ്ങുന്നത്. അതേസമയത്ത് 1 മാസം മുതൽ 12 മാസം വരെ പ്രായമുള്ള കുട്ടികൾ ഏകദേശം 15-16 മണിക്കൂർ ഉറങ്ങും. അതേസമയത്ത് 1 വയസ്സ് മുതൽ 2 വയസ്സുള്ള കുട്ടികൾ ഏകദേശം 15 മണിക്കൂർ ഉറങ്ങും. 5 വയസ്സുള്ള കുട്ടികൾ 11 മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം. 10 വയസ്സാകുമ്പോൾ 10 മണിക്കൂറും 15 വയസ്സാകുമ്പോൾ 9 മണിക്കൂറും 20 വയസ്സാകുമ്പോൾ 8 മണിക്കൂറും 20 വയസ്സിന് മുകളിൽ 7 മുതൽ 9 മണിക്കൂറും ഉറങ്ങണം എന്നുള്ളതാണ് നമ്മൾ എല്ലാ ആളുകളോടും ഉത്ബോധിപ്പിക്കുന്നത്. കാരണം ആ സമയക്ലിപ്തത പാലിക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തെ അനുകൂലമായിട്ട് ബാധിക്കുന്ന ഒരു വലിയ ഘടകമായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ കൃത്യമായ ഒരു ഉറക്കം, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ കൃത്യമായി ഉറങ്ങുന്നു, അങ്ങനെ ഉറങ്ങുന്നത് കൊണ്ട് കുട്ടികളുണ്ടാവുന്ന ഗുണങ്ങൾ അതെന്തൊക്കെയാണ്? കാരണം ഉറക്കം വരുന്ന അല്ലെങ്കിൽ വരാത്ത ഒരു കുട്ടിക്ക് അവരുടെ ഒരുപാട് ആരോഗ്യ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെല്ലാം ഉറങ്ങുന്ന സമയത്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രധാനമായിട്ടും
ഉറക്കത്തിന് ആസ്പദമായിട്ടുള്ള ഏറ്റവും വലിയ ഹോർമോൺ എന്ന് പറയുന്നത് മെലറ്റോണിനാണ്. ഈ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഉറങ്ങുന്ന സമയത്താണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോൺ, കോർട്ടിസോൾ, ഇൻസുലിൻ, ലെപ്റ്റിൻ മുതലായ ഹോർമോണുകളെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഉറക്കം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം നിലയ്ക്കുകയും അല്ലെങ്കിൽ കുറയുകയും അതുമൂലം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ഇരുട്ടാവുന്ന സമയത്താണ് മെലറ്റോണിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഹോർമോൺ നമ്മൾ പറയുന്നത് കോർട്ടിസോളാണ്. അതായത് നമ്മുടെ ഈ ഉറക്കം കൺട്രോൾ ചെയ്യുന്നത് ഒരു സിർക്കാഡിയൻ രഥം, അത് നമ്മുടെ ബയോളജി ക്ലോക്ക് എന്ന് പറയും. അതിന് അനുസൃതമായിട്ടാണ് നമ്മുടെ ഉറക്കം രൂപവൽക്കരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഉണരുന്നത് ഈ മെലറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം രാവിലെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ഉന്മേഷവാന്മാരായിട്ട് നമുക്ക് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നു. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു ഉറക്കക്കുറവിൻ്റെ ഒരു കാര്യം. അങ്ങനെ ഉറക്കം കുറയുന്നത് മൂലം നമ്മുടെ തലച്ചോറിന്, കുട്ടികളുടെ തലച്ചോറിന് അത് എത്രത്തോളം ബാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉറക്കം കുറയുമ്പോൾ ശരീരത്തിൻ്റെ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. ഉറക്കം കുറയുന്ന കുട്ടികളിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് അവരുടെ സ്വഭാവ വൈകൃതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ അവർക്ക് ഓർമ്മക്കുറവുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ ഉണ്ടാകാതെ വരുന്നു. നമ്മൾ കുട്ടികളെ സംബന്ധിച്ചോളം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുട്ടികളിൽ എപ്പോഴും സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ദേഷ്യം, അതായത് മാതാപിതാക്കളോട് പോലും വളരെ മോശമായിട്ട് പെരുമാറുന്നൊരവസ്ഥ, പഠനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നൊരവസ്ഥ, ക്ലാസ്സുകളിൽ ഉറങ്ങുന്ന അവസ്ഥ, ഇതെല്ലാം ഉണ്ടാകാനുള്ളൊരു കാരണം ഉറക്കക്കുറവാണ്. അതുപോലെ തന്നെ വേറൊരു കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും ഉറക്കക്കുറവ് ഒരു കാരണമാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമിതമായ ഭാരം കൂടുന്നതിനും ഈ ഉറക്കക്കുറവ് ഒരു കാരണമായി തീരുന്നു. ഡോക്ടർ, വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. പാലക്കാട് നിന്നും അക്ഷരയാണ്. അക്ഷര, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ നമസ്കാരം. സാറേ എനിക്ക് കതിരക്കൂടിന്റെ നിർമ്മാണമാണ് ആ ഒരു കമ്പനിയാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്. അക്ഷര, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കും. ക്ലിയർ ആവുന്നില്ല, കുറച്ചുകൂടെ ഉറക്കെ പറയാമോ? സാറേ എനിക്ക് കതിരക്കൂട് എന്ന കമ്പനിയിലാണ് ജോലി. അക്ഷര, എന്താണ് പ്രശ്നം പറയൂ. സാറേ എനിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാല് വല്ലാത്തൊരു ഉറക്കം വരല്, കൂട്ടുമായി വരലൊക്കെയാണ്. അതെന്താണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്? ഒരു ഉഷാറില്ലായ്മ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ആ ബയോളജി ക്ലോക്കിൻ്റെ പ്രവർത്തനം തന്നെ നല്ല രീതിയിൽ ഉള്ള ഉറക്കം ഉണ്ടാകുക എന്നുള്ളതാണ്. ഏകദേശം 8 മണിക്കൂർ സമയം നമുക്ക് നല്ല രീതിയിലുള്ള ഉറക്കമുണ്ടാവണം. ഈ നല്ല രീതിയിലുള്ള ഉറക്കം ഉണ്ടായിട്ടില്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാവാം നമ്മൾക്ക് ഉന്മേഷം കുറയും. രാവിലെ നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ഉന്മേഷം നമുക്കുണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ജോലി ചെയ്യുവാൻ സാധിക്കില്ല. നമുക്കതിൽ കൂടുതൽ മനസ്സിരുത്തി പ്രവർത്തിക്കാൻ സാധിക്കില്ല. അത് ഉറക്കം കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഉറക്കം കുറയാനുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്ന് ആദ്യം അനലൈസ് ചെയ്യണം. പ്രധാനമായിട്ടും ഉണ്ടാകുന്ന പല മാനസിക സമ്മർദ്ദങ്ങളുമായിരിക്കാം. അങ്ങനെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ നടത്തുകയും ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുക. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് യുവാക്കളിൽ കണ്ടുവരുന്നത്, നമ്മൾ രാത്രി കാലങ്ങളിലെല്ലാം പലപ്പോഴും ജോലികളിൽ വ്യാപൃതരാകുന്നു, അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സമയം TV കാണുന്നു, കമ്പ്യൂട്ടർ കാണുന്നു. നമ്മൾ കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ സമയം TVയും കമ്പ്യൂട്ടർ കാണുന്ന, അതുപോലെ തന്നെ ടാബ് ഉപയോഗിക്കുക, ബെഡ്റൂമിൽ പോയി TV കണ്ടുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ഈ കാരണങ്ങൾ എന്താണോ അത് ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംശയത്തിനായി ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നും ജിജിയാണ്. ജിജി, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ. ഡോക്ടർ, മോന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നമസ്കാരം. മോന് പറഞ്ഞോളൂ. മോന് 28 വയസ്സുണ്ട്. അവന് രാത്രിയിലൊന്നും ഉറക്കമില്ല ഡോക്ടർ. എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യവും ഞങ്ങളെ ഉപദ്രവിക്കാൻ വരിക ഇവൻ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഉറക്കം കുറയുമ്പോൾ അതിലെ ഏറ്റവും വലിയ ഒരു വിഷമം, വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നതിൽ ഒരു പ്രധാന പ്രശ്നം അവരുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞതും. അമിതമായ ദേഷ്യം, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നുള്ളത് ഉറക്കക്കുറവ് കൊണ്ട് വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കക്കുറവ് വരാനുള്ള കാരണം എന്താണ് എന്ന് നമ്മളൊന്ന് അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും അമിതമായിട്ട് TV കാണുന്നതോ, അല്ലെങ്കിൽ ഒരുപാട് സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതോ, അല്ലെങ്കിൽ ഒരുപാട് സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതോ ഈ ഉറക്കക്കുറവിനൊരു കാരണമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനം. വേറെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അമിതമായിട്ട് മൊബൈലും അതുപോലെ ടാബും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നീല നിറം അത് നമ്മുടെ മെലറ്റോണിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ വരുന്നവർക്ക് പലപ്പോഴും ഉറക്കം കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല സജ്ജീകരണം നമ്മൾ ഉണ്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ചൂടില്ലാത്ത, വെളിച്ചം കുറഞ്ഞ അല്ലെങ്കിൽ വെളിച്ചമില്ലാത്ത, അതുപോലെ തന്നെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത ഒരു മുറി ആയിരിക്കണം ഉറങ്ങുവാനായിട്ട് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്, നമ്മൾ ഉപയോഗിക്കുന്ന പില്ലോ, നമ്മൾ ഷീറ്റ് എല്ലാം അവർക്കൊരു കംഫർട്ടബിൾ ആണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ 28 വയസ്സുള്ള ആളുകൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലപ്പോൾ അമിതമായിട്ട് TV അഡിക്ഷനോ അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷനോ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്നത്തെ കാലഘട്ടത്തിൽ അമിതമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അമിതമായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഏത് കാരണമാണ് നമ്മൾ ഈ പറഞ്ഞ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതനുസരിച്ച് നമുക്ക് അത് ഒഴിവാക്കുക. അല്ല, പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതായിരിക്കും. അത് കൊടുക്കുമ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചു മാനസികാരോഗ്യത്തിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ കുട്ടികളിൽ ഈ കുറവ് കാരണം ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? അതുപോലെ തന്നെ അവരുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ, അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വ്യക്തമാക്കി തരാമോ? ഉറക്കം കുറയുന്ന കുട്ടികളിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദേഷ്യം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ പറയുന്ന മാതാപിതാക്കൾ ഏത് രീതിയിൽ അവരെ കാണണം എന്നുദ്ദേശിക്കുന്നോ ആ രീതിയിൽ അവർ പെരുമാറുന്നുണ്ടാവില്ല. കാരണം ഉറക്കം കുറയുന്നത് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. അവരിൽ പിന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് അവർക്ക് ഉണ്ടാവില്ല. ഈ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജീവിത നിപുണത, അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, എന്തെങ്കിലും ചെയ്യുവാനുള്ള കഴിവ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തരണം ചെയ്യാനുള്ള കഴിവ്, ഇതാണ് നമ്മൾ ലൈഫ് സ്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെയുള്ള സ്കിൽ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുക്കുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും മാതാപിതാക്കൾ പറയുന്നത് ഒരുപാട് നേരം പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷകളിൽ അവൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മാർക്കുകൾ അവർ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടുന്നില്ല. അതിന് നമ്മൾ പറയുന്നത് സ്കോളാസ്റ്റിക് പെർഫോമൻസ് വളരെ മോശമായിരിക്കും. കൂടുതൽ സമയം ഉറങ്ങാതിരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, തലച്ചോറിലെ ഗ്രന്ഥികളുടെ പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് നമ്മുടെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനത്തെയും ബാധിക്കും. പ്രധാനമായിട്ടും കുട്ടികൾക്ക് ഓർമ്മക്കുറവുണ്ടാവാം. അമ്മ പറയുന്നതാണ്, ഒരുപാട് നേരം വായിക്കുന്നുണ്ട് പക്ഷേ അവന് എഴുതാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് നേരം വായിച്ചാലും എഴുതാൻ സാധിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ മാതാപിതാക്കൾ കൊടുക്കുന്ന വലിയൊരു ഉപദേശം എന്ന് വെച്ചാൽ, പഠിക്കുന്നതോടൊപ്പം തന്നെ അല്പനേരം വിശ്രമിക്കുവാനും
കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനും എപ്പോഴും മാതാപിതാക്കൾ ദിവസവും ശ്രദ്ധിക്കണം. വല്ലപ്പോഴുമല്ല, എല്ലാ ദിവസവും അരമണിക്കൂർ സമയമെങ്കിലും മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് സംവാദിക്കുവാൻ തയ്യാറാവുക. ആ സമയത്ത് ടി വിയോ മൊബൈലോ കമ്പ്യൂട്ടറോ ഒന്നും പ്രവർത്തിക്കരുത്. കാരണം തുറന്ന സംവാദങ്ങൾ ഉണ്ടാകിൽ തന്നെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദങ്ങൾ ഒരളവ് വരെ കുറയ്ക്കുവാൻ അത് സഹായിക്കും. അതായിരിക്കും ഏറ്റവും നമ്മൾ കാണേണ്ടത്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഉറക്കക്കുറവ്, കുട്ടികളുണ്ടാകുന്ന ഈ ഉറക്കക്കുറവ്, അതിനുവേണ്ട ചികിത്സാ മാർഗങ്ങൾ അതെന്തൊക്കെയാണ്? അല്ല, ചികിത്സാ മാർഗങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അനലൈസ് ചെയ്തിടത്തോളം ഒരു 95% നമുക്ക് കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഈ കാരണങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഇപ്പോൾ പല മാതാപിതാക്കളും പറയുന്ന ഒരു പ്രശ്നം അമിതമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതും അമിതമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നതും പല മാതാപിതാക്കളും കാണുന്നുണ്ട്. കാരണം അവർ പറയുന്നത് മൊബൈൽ കൊടുത്തില്ലെങ്കിൽ അവൻ ഒരുപാട് ദേഷ്യപ്പെടും. മൊബൈലും കൊണ്ടായിരിക്കും പല കുട്ടികളും ബെഡ്റൂമിലേക്ക് പോകുന്നത്. അത് നമ്മൾ എപ്പോഴും നിരീക്ഷപ്പെടുത്തേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഉറങ്ങുവാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനുള്ള തീരുമാനം മാതാപിതാക്കൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഗൗരവത്തോടു കൂടി നടപ്പാക്കാനും മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കാരണം പണ്ട് കാലങ്ങളിലെല്ലാം നമുക്കൊരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് കുട്ടികളെ നോക്കുവാനും അവരെ താലോലിക്കുവാനും അവരോടൊപ്പം പാട്ടുകൾ കേൾപ്പിക്കുവാനും എല്ലാം നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി വളരെ വിഭിന്നമാണ്. കാരണം രണ്ടുപേരും ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളുമായിട്ട് സമ്പാദിക്കുവാനോ ഉള്ള സമയങ്ങൾ മാതാപിതാക്കൾക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. പണ്ട് ചെറിയ കുട്ടികളെയൊക്കെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ചെറിയ ചെറിയ പാട്ടുകൾ കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുവാനും ഉറങ്ങുവാനും നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ആളുകൾക്കും ഉണ്ടാകും. അത് കുട്ടികളായാലും വലിയവരായാലും യുവാക്കളായാലും സ്ത്രീകളായാലും എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ആ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സ്ത്രീകൾക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അത് മെനോപോസുള്ള സ്ത്രീകളായാലും 18 വയസ്സുള്ള കുട്ടികളാണെങ്കിലും ഉറക്കം അവരുടെ മെൻസസ്, അതായത് അവരുടെ ആർത്തവ സമയത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കാം. ഒരുപാട് ഉറക്കം കുറയുന്ന ഇപ്പോഴത്തെ പ്രത്യേകിച്ചും യുവതികളിൽ നമ്മൾ ഈ ഓവേറിയൻ സിൻഡ്രോം, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്നൊരു അസുഖമുണ്ട്. അത് ശരിക്കും ഇവരിൽ കാണുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഉറക്കക്കുറവായിരിക്കാം. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ചോദിച്ചോട്ടെ. ഹലോ ഹലോ അതെന്റെ മോനില്ലേ ഈ 24 വയസ്സുണ്ട്. ചോദിക്കണേന്ന്. ഹലോ ഡോക്ടറെ. അവൻ മെഡിക്കൽ ഷോപ്പിലാണ് പോണത്. മെഡിക്കൽ ഷോപ്പിലാണ് അവൻ പോണത്. രാത്രി 2 മണി കഴിഞ്ഞിട്ട് വരും. എന്നിട്ട് പിന്നെയും ഉറങ്ങില്ല. അങ്ങനെ നേരം എടുക്കണവരെയും ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ പിണങ്ങും, ഇങ്ങനെ ഉറക്കം കളയും. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യണം? ഇതിനോട് പറഞ്ഞാൽ മനസ്സിലാവൂല ഡോക്ടറെ. ഇങ്ങനെ മൊബൈലിൽ വെച്ചിട്ട് നേരം എടുക്കണവരെയും പിന്നെയും ഇരിക്കും. അമ്മ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ് ഉറങ്ങാനുണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. കാരണം 2 മണി വരെ ജോലി ചെയ്യുക, അത് കഴിഞ്ഞിട്ട് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും അവരുടെ ഉറക്കത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 മണിക്കൂർ സമയമെങ്കിലും നമ്മളെല്ലാവരും ഉറങ്ങണം. ഈ ഉറങ്ങണം എന്ന് പറയുന്ന ഒരു ലക്ഷറി ഒന്നുമല്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ പരിപൂർണമായ ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിന് ഉറക്കം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം 2 മണിക്ക് വരെ ജോലി ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രശ്നമാണ്. അതിനെ നമുക്ക് എന്തെങ്കിലും നീക്കുപോക്ക് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും വീട്ടിൽ വന്നിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്താൻ നോക്കണം. നമ്മളെപ്പോഴും പല മാതാപിതാക്കളും പറയുന്ന ഒരേ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. രാത്രി സമയങ്ങളിൽ TV ഒരുപാട് നേരം കാണുന്നു, ഒരുപാട് നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു, ഒരുപാട് നേരം ടാബിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് നേരം മൊബൈൽ ഉപയോഗിക്കുന്നു എന്നുള്ള പ്രശ്നം
മാതാപിതാക്കളും എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യാതൊരു കാരണവശാലും ബെഡ്റൂമിൽ അത് കിടക്കുന്ന സ്ഥലത്ത് ഇതൊന്നും ഉപയോഗിക്കുവാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഉറക്കത്തെ അത് പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അവർക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെയുള്ള ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ്. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ ഉറക്കം കുറഞ്ഞാലുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ ഉറക്കം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ്? ഉറക്കം കൂടുന്നതിന് അതിനും കാരണങ്ങളുണ്ടല്ലോ. ഒരു പ്രത്യേക ഒരാൾ കിടന്നുറങ്ങുന്നതല്ല. ഉറക്കം കൂടുതലാവാനുള്ള കാരണങ്ങൾ പ്രത്യേകിച്ചും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുക. കാരണം നമ്മുടെ ശരീരത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് കൂടുതൽ ക്ഷീണമുണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉറക്കമുണ്ടാകും. അപ്പോൾ ക്ഷീണമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഡോക്ടറുമായിട്ട് സംവാദം നടത്തുകയോ അല്ലെങ്കിൽ നമ്മൾ ലാബറട്ടറിയിൽ പോയിട്ട് ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ മാനസിക സമ്മർദ്ദമുള്ള ആളുകൾക്കും ചിലപ്പോൾ ഉറക്കം കുറയുന്നത് പോലെ തന്നെ ഉറക്കം കൂടുവാനും സാധ്യതയുണ്ട്. ശരിക്ക് ഉറക്കം എന്ന് പറയുന്നത് ഗാഠനിദ്ര ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ ഈ ഗാഠനിദ്ര ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവർ കിടന്നുറങ്ങുന്നത് പോലെ തോന്നും, പക്ഷേ അവർ ഗാഠനിദ്രയിലായിരിക്കില്ല. മാത്രമല്ല, നമ്മൾ ഉറങ്ങുന്ന സമയം എപ്പോഴും നമ്മൾ ക്ലിപ്തപ്പെടുത്തേണ്ടിയിരിക്കുന്നു. രാത്രി സമയങ്ങളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ അല്ലെങ്കിൽ രാത്രി 10 മുതൽ രാവിലെ 5 മണി വരെയുള്ള സമയമാണ് ഏറ്റവും നല്ല സമയം ഉറങ്ങുന്നതിന് തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ നമുക്ക് ക്ഷീണം കൂടുതൽ വരുമ്പോൾ നമ്മൾ ഉറങ്ങാനുള്ള കാരണങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിന് ക്ഷീണം വരാനുള്ള കാരണങ്ങൾ എന്താ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് നമ്മളോടൊപ്പം സംസാരിച്ചത്. നമ്മളോടൊപ്പം ഇന്ന് ഹലോ ഡോക്ടറിൽ ചേർന്നത് എറണാകുളം മഞ്ഞുമൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റിലെ മെഡിക്കൽ സൂപ്രണ്ടും ചൈൽഡ് ആൻഡ് അഡോൾസൻ കൺസൾട്ടൻറ്റുമായിട്ടുള്ള ഡോക്ടർ MN വെങ്കിടേശ്വരയ്യനാണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.